കോൺഗ്രസിൽ പുനഃസംഘടന വേണമെന്ന് രമേശ് ചെന്നിത്തല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി ശക്തിപ്പെടണം, ആവശ്യമായ നടപടി ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്ന് പ്രത്യാശിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കും. പാർട്ടിയിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ളതാണ് ഏറ്റവും ആവശ്യം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാനും അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തേണ്ടതായിട്ടുള്ളത്. അത് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ അതുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് എം ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് ചെന്നിത്തല പറഞ്ഞത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട്? അത് മാത്രമല്ല, NSSും SNDPയും ഒക്കെ സതീശനെ ഒഴിവാക്കി ചെന്നിത്തലയെ ക്ഷണിച്ചത് വലിയ ചർച്ചയാണ് രാഷ്ട്രീയ കേരളത്തിൽ. ഇക്കാര്യത്തെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ആരാഞ്ഞോ? തീർച്ചയായും അജിംഷാദ്, ഈ ശബരിമലയിൽ ദർശനം നടത്തിയതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ പുനഃസംഘടനയുടെ കാര്യവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചർച്ചകളെ കുറിച്ചുമെല്ലാം തന്നെ പ്രതികരിച്ചത്. അതിൽ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ കാര്യം ഈ പുനഃസംഘടനയെ കുറിച്ച് പാർട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപായി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിനായി എല്ലാ പ്രവർത്തകരെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നിലവിൽ പുനഃസംഘടനാ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ കാര്യം. അതായത് നിലവിലെ നേതൃത്വത്തിന് അത് കഴിയുന്നില്ല എന്നുള്ള ഒരു അർത്ഥം കൂടി അതിനകത്തുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സൂചന കൂടി ആ പ്രതികരണത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും ഉയർന്നു വരണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പ്രതികരണത്തോടും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അത് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ താനാണ് യോഗ്യൻ എന്നുള്ള ഈ പ്രസ്താവന അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. സമുദായ സംഘടനകളെ ബഹുമാനിക്കുന്ന, അവർക്ക് ആദരവ് നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെ ബഹുമാനിക്കുന്നു എന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച കാര്യം. ഏതായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, വീണ്ടും കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, ഈ NSS പോലുള്ള സംഘടനകൾ VD സതീശനെ പരിപാടികൾക്ക് വിളിക്കാതെ ചെന്നിത്തലയെ മാത്രം ഉണ്ടല്ലോ, അതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. അതിന് അദ്ദേഹം നൽകിയ മറുപടി, അത് NSSന്റെ സ്വാതന്ത്ര്യമാണ് ആരെയാണ് പരിപാടികൾക്ക് ക്ഷണിക്കേണ്ടത് എന്നുള്ളത്. തന്നെ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ പങ്കെടുക്കുകയും ചെയ്യും. NSSുമായി ഇപ്പോൾ ഒരു തരത്തിലുള്ള അകൽച്ചയും ഇല്ല എന്നുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്.